ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയ ആൾക്കാരായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി റിംഗ് ഓർഗനൈസർ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന അത്ര ഉറപ്പുള്ളതുകൊണ്ട് പറയാണ്, ഇപ്പൊ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്താളിട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ കമന്റ് വരെ ചെയ്യാറുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് ഓർമ്മിപ്പിച്ചത്. അപ്പൊ ഇനി പരിപാടിയിലേക്ക് പോവാം. ഇതിനു വേണ്ടി നമുക്ക് ആകെ ആവശ്യം ക്ലേയും പിന്നെ ഏതെങ്കിലും ഒരു പെയിന്റും കേട്ടോ. ക്ലേ ടൂൾസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. എത്രത്തോളം സിമ്പിൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിൾ ആക്കിയിട്ടാണ് പരിപാടി. അപ്പൊ ആദ്യം തന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ കയ്യിലേക്ക് ക്ലേ എടുക്കുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു പൗഡർ എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കട്ടോ. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. എന്റെ കയ്യിൽ ബാക്കി വന്ന ക്ലേ ആയിരുന്നു കേട്ടോ അത്. അപ്പൊ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വിചാരിച്ച പോലെയൊക്കെ സെറ്റ് ആവുമെന്ന്. പക്ഷെ കുഴപ്പമില്ലാണ്ടൊക്കെ സെറ്റ് ആയിട്ടോ. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ക്ലേ 2 ബോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ആദ്യത്തെ ബോൾ ഞാൻ ഇതേപോലെ ഒരു OHP ഷീറ്റ് എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റായി കിടക്കൂലേ, അതേപോലെയുള്ള ഒരു ഡിസൈനിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൂൾസും കാര്യങ്ങളും ഒന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്തിട്ടില്ല. നമ്മളെ കയ്യിലുള്ള കത്രികയും കോലൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പൊ ആദ്യത്തെ പീസ് ക്ലേ നമ്മളൊരു മെൽറ്റഡ് ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പീസ് ക്ലേ നമ്മൾ നന്നായിട്ട് ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കുക. എന്നിട്ട് നിങ്ങൾ ലോലിപോപ്പ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ കോലുണ്ടാവല്ലോ, അതോ അല്ലെങ്കിൽ ഈർക്കിളോ, അതോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കട്ടിയുള്ള എന്തെങ്കിലും കോലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉള്ളോട്ട് ഇൻസേർട്ട് ആയിക്കണമെന്നൊന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ആ ക്ലേ ഡ്രൈ ആയി കഴിയുമ്പോൾ ദൂരി വീഴും കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മെൽറ്റഡ് ക്ലേ ഇല്ലേ, അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ലോലിപോപ്പ് പോലത്തെ സാധനം വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ക്ലേയും ഉണങ്ങുന്നതിന് മുന്നെയാണ് നമ്മൾ വെച്ച് കൊടുക്കട്ടെ, എന്നാലേ ഇത് അറ്റാച്ച് ആയിട്ട് നിൽക്കുള്ളൂ. ഇനി അഥവാ ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് ഒട്ടിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ലോലിപോപ്പ് മെൽറ്റ് ചെയ്ത് വരുന്ന ഒരു രൂപമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെ നന്നായിട്ട് ഉണക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഒന്ന് വെയിലൊക്കെ കൊളിച്ചതിന് ശേഷം മാത്രം പെയിന്റ് ചെയ്യുക. അപ്പോൾ പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു വൈറ്റ് ബേസ് കോട്ട് കൊടുക്കണം, നല്ലതാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് കൊടുത്താൽ നല്ലതാണ്. അതിനുശേഷം ഞാനൊരു റെഡ് ആൻഡ് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് പിങ്ക് കളറാട്ടോ ആദ്യം അടിച്ചത്. അപ്പോൾ ആ കളർ എനിക്ക് അത്ര അട്രാക്റ്റീവ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഡാർക്ക് ആക്കിയിട്ട് ഒരു പിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല വൃത്തിയിൽ പെയിന്റ് ചെയ്തതിന് ശേഷം നമ്മളെ താഴെയുള്ള OHP ഷീറ്റ് ഉണ്ടല്ലോ, അതൊന്ന് വലിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ പറഞ്ഞു വരും കേട്ടോ. OHP ഷീറ്റ് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൗണ്ട് ഇല്ലേ, അത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ അത് കേൾക്കുമ്പോൾ. പറഞ്ഞു നമ്മൾ വേറെ വഴിക്കൊക്കെ പോകുന്നുണ്ട്. എന്തായാലും ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളെ കയ്യിൽ എത്ര റിങ്ങിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലും തിരക്കിട്ട് പോണ സമയത്ത് റിങ് തപ്പിണ്ടെങ്കിൽ ചിലപ്പം കാണൂല. അന്നേരം ആയിരിക്കും നമുക്കൊരു പ്രാന്തം അങ്ങോട്ട് പിടിക്കുക. ഇത് ആരെവിടെ നിന്ന് എടുത്ത് മാറ്റിന്ന് വരെ ചോദിക്കും. സംഭവം നമ്മൾ തന്നെ നമ്മളെ സാധനം വരെയൊക്കെ എടുത്തേക്കാത്തതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ തന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് എന്റെ കയ്യിലുള്ള റിങ്ങുകളൊക്കെ തപ്പി ഇറങ്ങിയതാട്ടോ ഞാൻ. എവിടെ ഒരെണ്ണത്തിന് പോലും കാണാനില്ല. ലാസ്റ്റ് എന്റെ കയ്യിലിട്ടിരുന്ന റിങ്ങും പിന്നെ ഞാൻ സ്ഥിരമായിട്ട് പുറത്തു പോകുമ്പോൾ ഇടുന്ന ഒരു റിങ്ങും ഉണ്ട്. അവസാനം അത് രണ്ടും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ സംഭവം വർക്കിംഗ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളി, കമന്റ് ചെയ്തോളി, വീഡിയോ ലൈക്ക് ചെയ്തോളി. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.